നടക്കുന്ന സംഭവം നടക്കുന്ന സമയത്ത് തന്നെ 2 വർഷം അവരുടെ കുടുംബക്ഷേത്രത്തിൽ അദ്ദേഹം വന്നിട്ടുണ്ട്. പ്ലാസ്റ്റിക് സർജറി നടത്തിയിരിക്കുക. അതെനിക്കറിയാം. എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായ ആളിനെ എടാ എന്തുകൊണ്ടാ വിശേഷം ഞാൻ പറഞ്ഞ് മിണ്ടിപ്പോരെന്ന് പറഞ്ഞു എൻ്റെ അവിടെ ആ കുടുംബക്ഷേത്രത്തിൽ. ആ പഴയ ഒരു മുഖ ഷേപ്പാണോ ഈ പ്ലാസ്റ്റിക് സർജറി? നേരത്തെ ഈ സംഭവം നടക്കുമ്പോൾ താടിയൊന്നും ഇല്ലായിരുന്നു. അത് കഴിഞ്ഞ് താടിയൊക്കെ വളർത്തിയിട്ട് അമ്പലത്തിൽ ഞാൻ കണ്ടേ. അവരമ്പലത്തിൽ കുടുംബക്ഷേത്രത്തിൽ പെട്ടെന്ന് എൻ്റെ അടുത്തോട്ട് വന്നു. ഞാൻ പറഞ്ഞു എൻ്റെ അടുത്ത് ചേട്ടനൊന്നും പറയണ്ട എന്നും പറഞ്ഞ് ഞാനങ്ങ് മാറി. കാരണം എൻ്റെ അച്ഛൻ്റെ മരണം എനിക്ക് അത്രയും സാധ്യത വളരെ കുറവാണ്. അദ്ദേഹം മരണപ്പെട്ടുണ്ടാകാന്ന് പറയുന്നുണ്ടല്ലോ, വിശ്വസിക്കുന്നുണ്ട്? എന്തെങ്കിലും കാരണവശാൽ മരണപ്പെട്ടാൽ ഈ പണ്ടാനത്ത് അറിയും. അങ്ങനെയാണ്, ഞാനും അറിയും. ഉറപ്പിച്ചു പറയാൻ കാരണം എന്താണ്? കാരണം ഇവിടെ ബന്ധുക്കാരുണ്ട്, അവരറിഞ്ഞേ പറ്റൂ. അതെങ്ങനെയായിരിക്കും അറിയാതെ? കുമാരക്കുറുപ്പ് കുടുംബമായിട്ടൊക്കെ ബന്ധപ്പെടുന്നു എന്നാണ് അതിനർത്ഥം. ഇപ്പം ഈ നടക്കുന്ന സംഭവം നടക്കുന്ന സമയത്ത് തന്നെ 2 വർഷം അവരുടെ കുടുംബക്ഷേത്രത്തിൽ അദ്ദേഹം വന്നിട്ടുണ്ട്. പ്ലാസ്റ്റിക് സർജറി നടത്തിയിരിക്കുക. അതെനിക്കറിയാം. ഇങ്ങനെ എന്ത് സർജറി നടത്തിയാലും എനിക്ക് ഭംഗിയായിട്ട് അറിയാം. അപ്പം ഞാനും അവിടെ ഒരു ദിവസം പക്ഷെ വൈഫ് സമ്മതിച്ചില്ല, ചേട്ടൻ പോകണ്ടെന്ന് പറഞ്ഞു. എങ്കിലും ഞാൻ പോയി. എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായ ആളിനെ എടാ എന്തുകൊണ്ടാ വിശേഷം ഞാൻ പറഞ്ഞ് മിണ്ടിപ്പോരെന്ന് പറഞ്ഞു എൻ്റെ അവിടെ ആ കുടുംബക്ഷേത്രത്തിൽ. ഈ പിന്നെ 86-ലും വന്നു. അപ്പൊ ഭയങ്കരമായിട്ട് നിൽക്കുന്ന സമയമല്ലേ, പോലീസുകാർ ഞാൻ തപ്പി നടക്കുന്ന സമയമല്ലേ. ആ സമയത്ത് പുള്ളി അങ്ങനെ നാട്ടിൽ വന്ന് അമ്പലത്തിൽ ഉത്സവത്തിന് പങ്കെടുത്തിട്ട് പോയതാ. പെട്ടെന്ന് എൻ്റെ അടുത്തോട്ട് വന്നു. ഞാൻ പറഞ്ഞു എൻ്റെ അടുത്ത് ചേട്ടനൊന്നും പറയണ്ട എന്നും പറഞ്ഞ് ഞാനങ്ങ് മാറി. കാരണം എൻ്റെ അച്ഛൻ്റെ മരണം എനിക്ക് അത്രയും ആ പഴയ ഒരു മുഖ ഷേപ്പാണോ ഈ പ്ലാസ്റ്റിക് സർജറി? നേരത്തെ ഈ സംഭവം നടക്കുമ്പോൾ താടിയൊന്നും ഇല്ലായിരുന്നു. അത് കഴിഞ്ഞ് താടിയൊക്കെ വളർത്തിയിട്ട് അമ്പലത്തിൽ ഞാൻ കണ്ടേ. അവരമ്പലത്തിൽ കുടുംബക്ഷേത്രത്തിൽ ടോട്ടലി മാറിയിരിക്കുകയാണല്ലോ. അന്ന് പ്ലാസ്റ്റിക് സർജറി നടത്തി. അത് കഴിഞ്ഞ് താടിയൊക്കെ വളർത്തി കഴിഞ്ഞിട്ട് ഇവിടെ താടിയൊന്നും ഇല്ലായിരുന്നു. കണ്ടാൽ ആളെങ്ങനെയാണ്? ഇപ്പൊ നമ്മൾ നല്ല പൊക്കം എന്നെക്കായും കുറച്ചുകൂടെ പൊക്കമുണ്ട്. ഇച്ചിരി വണ്ണവും കൊണ്ടായിരുന്നു അന്ന്. ഇപ്പോഴത്തെ കാര്യം എനിക്കറിയത്തില്ല. ഇപ്പോൾ അവരുടെയൊക്കെ ഒരു അവസ്ഥ എന്താണ് അറിയാമോ? ഈ കുമാരക്കുറുപ്പിന്റെ ഭാര്യയുടെയൊക്കെ അവരുടെ വീട്ടുകാരുടെയൊക്കെ ഒരു അവസ്ഥ? അടിപൊളിയായിട്ട് ജീവിക്കുന്നവർ എന്ന് പറഞ്ഞാൽ ഭംഗിയായിട്ട് ജീവിക്കുന്നത്. എൻ്റെ ഭർത്താവ് ഇങ്ങനെ പോയതോ ഈ സംഭവങ്ങൾ നടന്നതൊന്നും അവർക്കൊരു പ്രശ്നമല്ല. സുഖമായിട്ട് ജീവിക്കുന്നു. അവര് മറ്റൊരു വിവാഹം വല്ലതും കഴിച്ചിട്ടില്ല? ഇല്ല, കഴിച്ചിട്ടില്ല. ഈ കുമാരക്കുറുപ്പിന് എത്ര മക്കളാണ്? 2 ആൺപിള്ളേർ. 2 പേരുടെ വിവാഹം കഴിഞ്ഞു. മൂത്ത ആളുടെ ഒരാളുടെ 2 ആൺപിള്ളേരാണ്. അവർ 2 പേരും ഇപ്പം ഗൾഫിലാണ്. ഒരു പ്രശ്നവുമില്ല. സാമ്പത്തികമായിട്ട് നല്ല ഇതിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ചേട്ടൻ്റെ സഹോദരൻ പിന്നീട് ഈ ആത്മഹത്യ ചെയ്യുമായിരുന്നല്ലോ. ചേട്ടൻ ആത്മഹത്യ അത് 15 വർഷം കഴിഞ്ഞ ഈ ശിക്ഷയൊക്കെ എല്ലാം കഴിഞ്ഞ് ഇവിടെ മെഡിക്കൽ കോളേജ് ജോലിയായിരുന്നു. അത് കഴിഞ്ഞ് തിരുവനന്തപുരത്തേക്ക് പ്രൊമോഷൻ കിട്ടി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കിട്ടി. അപ്പൊ എന്റെ കസ്റ്റഡിയിൽ നിന്ന് ആള് പോയി. അതോടെ തീർന്നു. ഞാനാണെങ്കിൽ കുറ്റബോധം കൊണ്ട് തന്നെ ആയിരിക്കും. കുറ്റബോധം നല്ല ഇച്ചിരി കടമുണ്ടായിരുന്നു. അതുകൊണ്ട് ചെയ്തത്. അതുകൊണ്ടാണ്. കാരണം എൻ്റെ ചേട്ടന് മാവേലിക്കര സബ് ജയിലിൽ തുണി കൊണ്ട് കൊടുക്കാൻ പോയതാണ്. പോയിട്ട് വരുന്ന വഴിക്ക് അറ്റാക്കായാണ് എൻ്റെ അച്ഛൻ മരിക്കുന്നത്. സ്വന്തം മോനെ കൊണ്ടുപോയപ്പോൾ ഒരു വിഷമമുണ്ട്. അച്ഛൻ മരിച്ച് ഈ ഒരൊറ്റ ഒരുത്തം കാരണം ഇതെല്ലാം സംഭവിച്ചത്. ഇവിടെ ചെന്നൈ പോയിട്ടാണ് ഈ വയറിങ്ങിൻ്റെ സാധനം മൊത്തം എൻ്റെ ചേട്ടൻ ലോൺ എടുത്ത് മെഡിക്കൽ കോളേജ് ജോലിയായിരുന്നു. ലോൺ എടുത്ത് മേടിച്ചുകൊണ്ടെന്ന് എടാ ഞാൻ വരുമ്പം നിനക്ക് കാശ് തരാം എന്ന് പറഞ്ഞു. പക്ഷേ വന്നപ്പോഴത്തേക്ക് ഈ സംഭവം നടന്നില്ലേ, പുള്ളി മുങ്ങിയില്ലേ. എൻ്റെ ചേട്ടൻ്റെ ഭാര്യയുടെ ഷെയർ ഉൾപ്പെടെ വസ്തു വിറ്റിട്ടാണ് കടം തീർത്തത്. ഇതല്ല അവിടെ അപ്പുറത്ത്, എൻ്റെ വീടിൻ്റെ അപ്പുറത്ത്. 1984 ജനുവരി 29 ഈ സംഭവം നടക്കുന്നത്. അതിൻ്റെ 1 വർഷത്തിന് മുമ്പാണ് ഈ പണി. ഇന്നും സിമെന്റ് പോലും തേച്ചിട്ടില്ല. ഇപ്പോഴും അടിപൊളി അടിക്കും. പിന്നെ ഇപ്പോൾ ഒരു സംഭവം നടക്കത്തില്ല. എന്തൊക്കെ ചെയ്താലും അത് ബോംബിട്ടാ വീഴും, അല്ലാതെ എന്ത് ചെയ്താലും പോകത്തില്ല. അതുപോലത്തെ ആണിക്കല്ലിട്ട് കെട്ടിരിക്കുക ഇഷ്ടം. ആ ഒരു കാലഘട്ടത്തിൽ ഇത്രയും ഒരു വലിയ വീടൊക്കെ കെട്ടിപ്പൊക്കാൻ, പക്ഷെ അതിനേക്ക് അതുപോലത്തെ ഒരു പിന്നെ സാലറി ശമ്പളം അവിടെ ഉണ്ട്. അതുകൊണ്ട് പുള്ളി ചെയ്തു. ഇപ്പോൾ ഈ വീടിന്റെ ഒരു അവസ്ഥ അതിശോചനീയമാണല്ലോ. കാരണം ഈ വീടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ സുമാർക്കുപ്പിന്റെ പേരിൽ വീടുമില്ല, സ്ഥലവുമില്ല. ഇതിപ്പോ പഞ്ചായത്തിന്റെ കൺട്രോളിലാണല്ലോ. ഇപ്പം പഞ്ചായത്ത് ഇത് എടുക്കാൻ വെച്ചിരിക്കുന്നത്, സർക്കാർ ഏറ്റെടുത്തിരിക്കുക. സുമാർ ഇപ്പം ഐഷുമ എന്ന് പറഞ്ഞ ഒരു
ഉമ്മിച്ചാണ് അത് എഴുതി കൊടുത്തത്. ഇപ്പോഴും അവരുടെ പേരിലാണ് കിടക്കുന്നത്. ആധാരം മാത്രമേ എഴുതിയിട്ടുള്ളൂ, കാരം അടച്ചിട്ടില്ല. അതുകൊണ്ട് സുകുമാരക്കുറുപ്പിൻ്റെ പേരിൽ ഇവിടെ വസ്തുവില്ല. അതുകൊണ്ട് ഇവിടെ ആർക്കും എന്തും ചെയ്യാം. ഇവിടെ ഇപ്പോൾ ഇത്തരത്തിൽ ഈ വേസ്റ്റ് ഡിസ്പോസ് അത് പഞ്ചായത്തുകാർ സർക്കാർ വഴി ഈ ആടിനൊക്കെ അതൊക്കെ ഞങ്ങൾ ഇവിടെ അല്ല, ഇവിടെ വെള്ളപ്പൊക്കം വരുമ്പോൾ ഇവിടെ പശുവിനെയും ആടിനെയും പോത്തിനെയും ഒക്കെ ഇവിടെ ആൾക്കാർ താമസം ഉണ്ടായിരുന്നു മുകളിൽ കയറി. കാരണം ഈ വീട് കാണാൻ വരുന്നവരിലൊക്കെ ഒരു ചിരി പടർത്തുന്ന രീതിയിലുള്ള കാഴ്ചകളാണ് ഇവിടെ കാണുന്നത്. അതായത് മുറിക്കുള്ളിൽ ആടിനെ കാണുന്നു, അതുപോലെ തന്നെ ആടുണ്ട്, പശുവിന് കൊടുക്കാനുള്ള കച്ചിയുണ്ട്, പിള്ളേരെ കള്ള് കുടിച്ചു കഴിഞ്ഞിട്ടുള്ള കുപ്പികളുണ്ട്. ഇതെല്ലാം പോലീസുകാരൊന്നും ഫോട്ടോ എടുത്തുകൊണ്ട് പോയതാണ്. പറയുമ്പം കൃത്യമായിട്ട് പറയണമല്ലോ ഉള്ള കാര്യം. ക്രൂരനെന്ന് പറയാൻ പറ്റില്ല, നാട്ടുകാരെ സഹായിക്കും. യെസ്, ഇഷ്ടം പോലെ കൊടുക്കും. ഇഷ്ടം പോലെ കൊടുക്കും പറഞ്ഞാൽ ഈ പണിക്കാർക്ക്, ഇവിടുത്തെ പണിക്കാർക്ക്, മൈക്കാടുകാർക്ക് വരെ കിൻഡിൽ കണക്കിന് ഇതിനകത്ത് സാധനം മേടിച്ചോണ്ട് അവിടെ അപ്പുറത്ത് ഷെഡ് ഉണ്ടായിരുന്നു, അതിനകത്തുകൊണ്ട് വെച്ചിട്ട് അവിടെ ഇരിപ്പുണ്ട്, സാധനം എടുത്ത് കഴിച്ചു എന്ന് പറയും. കാരണം ഈ പണിക്കാർക്ക് ഇഷ്ടമാണല്ലോ ഈ പണി ചെയ്യുമ്പോൾ രണ്ടെണ്ണം അടിക്കുന്നത്. അങ്ങനെ വരെ ചെയ്യുന്നൊരു മനുഷ്യനായിരുന്നു. പക്ഷേ ആ ആക്രാന്തം കാണിച്ചത് അവിടെ ഇത് ഇൻഷുറൻസിൻ്റെ പൈസ പെട്ടെന്ന് കിട്ടണം, അതിനു വേണ്ടി ചെയ്ത നല്ല ശമ്പളമായിരുന്നു. 6 മാസം കൂടുമ്പം ഗൾഫിൽ നിന്ന് വരും. അതുപോലൊരു കമ്പനിയിൽ ജോലിയുള്ളൊരു മനുഷ്യനായിരുന്നു. പക്ഷേ ഈ ഒന്നിച്ച് കാശ് കിട്ടാൻ വേണ്ടി കാണിച്ചൊരു അക്രാന്തം. ഈ സുകുമാരക്കുറുപ്പിന്റെ റിയൽ ലൈഫ് റിയൽ സ്റ്റോറി എന്നാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? യെസ്, സുകുമാരക്കുറുപ്പ് ഇപ്പോൾ ജീവിച്ചിരിക്കുമെന്ന് ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ടാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളെല്ലാം മണ്ടാനത്തുണ്ട്. ഇദ്ദേഹം മരിച്ചാൽ ആ സെക്കൻഡിൽ ഇവിടെ വിവരം അറിയും. അങ്ങനെയാണല്ലേ? ഇന്നവരെ മരിച്ചിട്ടില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇപ്പോൾ അദ്ദേഹത്തിന് ഒരു 76 വയസ്സോളം കാണുമല്ലോ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ. 2018 സൗദി അറേബ്യയിൽ ആരാണ്ടൊക്കെ നഴ്സുമാർ കണ്ടെന്നൊക്കെ പറയുന്നത് വെറുതെ, അതൊക്കെ ചുമ്മാ. ഈ ഒരു സംഭവത്തിന് മുമ്പ് അദ്ദേഹത്തിന്റെ പേരിൽ എന്തെങ്കിലും കേസുകൾ അല്ലെങ്കിൽ ഒന്നുമില്ലായിരുന്നു. ഉണ്ടായിരുന്നു, പട്ടാളത്തിൽ നിന്ന് മുങ്ങി. പട്ടാളത്തിൽ നിന്ന് മുങ്ങി. എന്തെങ്കിലും വെട്ടിപ്പ് നടത്തിയാണ്? വെട്ടിപ്പൊന്നുമല്ല, അവിടെ നിന്നാൽ ശരിയാകത്തില്ല പറഞ്ഞ് പട്ടാളത്തിൽ നിന്ന് മുങ്ങി. അതൊക്കെ എനിക്കറിയാം. അതെൻ്റെ ചേട്ടൻ മധു പറഞ്ഞിട്ടാണ് എനിക്കറിയാവുന്നത്. അവിടെ നിന്ന് മുങ്ങിയായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഗൾഫിൽ പോയത്. അദ്ദേഹത്തിന് വിവാഹമൊക്കെ ഈ പ്രേമ വിവാഹമായിരുന്നു? അല്ലല്ല, സാധാരണ വീട്ടുകാർ പോയി ആലോചിച്ച് ചെയ്തത്. മറ്റു കഥകളൊക്കെയാണല്ലോ വരുന്നത്. അതൊക്കെ ഓരോരുത്തർ വെറുതെ പറഞ്ഞുണ്ടാക്കും. സുകുമാരക്കുറുപ്പിനെ പിടിക്കാൻ കഴിയാതിരുന്നത് ആദ്യത്തെ ആ 3 ദിവസത്തിലുണ്ടായ പോലീസിന്റെ ഒരു അലംഭാവമൊക്കെയാണെന്ന് പറയുന്നുണ്ടല്ലോ. ഈ പോലീസിനെയൊക്കെ സ്വാധീനിച്ച് ഇദ്ദേഹം അങ്ങനെയൊക്കെയാണ് രക്ഷപ്പെടുന്നതെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അതിനെന്തെങ്കിലും പോലീസിനെ സ്വാധീനിച്ചത് അദ്ദേഹമല്ല, അദ്ദേഹം ഇവിടുന്ന് മുങ്ങിയല്ലോ. അപ്പം അദ്ദേഹം ഇവിടെ നാട്ടിൽ സഹായിക്കുന്ന കുറച്ച് പേരുണ്ട്. അവരാണ് ഇദ്ദേഹത്തിനെ ഇവിടുന്ന് രാമരാമായണം കടത്തി വിട്ടത്. യെസ്, സുകുമാരക്കുറുപ്പ് എന്ന കക്ഷിക്ക് പിന്നെ ഇൻഷുറൻസിൻ്റെ ഒരു പൈസ അന്ന് ഗൾഫിലാണ്. അപ്പം ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ആ പൈസ പെട്ടെന്ന് നമുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ട് ആരുടെയെങ്കിലും ഒരു ഡെഡ് ബോഡി വേണമെന്ന് എൻ്റെ ചേട്ടനെ മധുവിൻ്റെ അടുത്ത് പറഞ്ഞു. അദ്ദേഹം പ്രതിയായിരുന്നല്ലോ മധുവിനെ അത് പിന്നെ പ്രതിയാക്കി. മധുവിൻ്റെ അടുത്ത് പറഞ്ഞപ്പം മധു പറഞ്ഞു എനിക്ക് ബോഡി എടുക്കാൻ പറ്റത്തില്ല. അത് കഴിഞ്ഞ് പറഞ്ഞു ക്ലോറോഫാം സകലം സംഘടിപ്പിച്ച് തരാമോ, മെഡിക്കൽ സ്റ്റോറിലൊന്നും കിട്ടത്തില്ല. എൻ്റെ ചേട്ടൻ പറഞ്ഞു എന്തിനാ, അത് പിള്ളേർക്ക് പഠിക്കാൻ. ശരി, അത് സംഘടിപ്പിച്ച് കൊടുത്തു. അതും കൊടുത്തിട്ട് ഇവർ പോയി. നീ കൂടെ വാടാ മധു, നമുക്കൊന്ന് പിന്നെ മാവേലിക്കര ചെറിയനാട് വരുന്ന പോയിച്ച് വരാം. ഈ ചെറിയനാട് പാലത്തിനടുത്തായി സംഭവം നടക്കുന്നത്, നമുക്ക് പോയിച്ച് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് നെഞ്ചുവേദനയായിട്ടിരുന്നതുകൊണ്ട് ചേട്ടൻ ആ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി, അമ്മയെ കൊണ്ടുപോയി. അത് കാരണം ഇവരുടെ കൂടെ പോകാൻ പറ്റിയില്ല. തള്ളി കണ്ടത്തിലേക്ക് ഇട്ടിട്ട് കാറ് കത്തിച്ചു. മാവേലിക്കരയിലെ പോലീസുകാർ അവിടെ ചെന്ന് ചോദിച്ചു, സുകുമാരക്കുറുപ്പിനെ ഭാര്യ എടുത്ത് ചോദിച്ചു. ഇല്ല, ഇത് കുറുപ്പല്ല, എൻ്റെ ചേട്ടനല്ല. എൻ്റെ ചേട്ടൻ ഇട്ടിരിക്കുന്ന ഷഡ്ഡി ഇതുവരെ പറഞ്ഞു, ഷഡ്ഡി പോലും ഇതല്ല. അതുകൊണ്ട് ഈ സുകുമാരക്കുറുപ്പല്ല എന്ന് പറഞ്ഞു. ഉടനെ തന്നെ ആ വിവരം അറിഞ്ഞുകൊണ്ട് പോലീസ് ഉടനെ അന്വേഷണം തുടങ്ങി. നേരെ ഇവിടെ വന്നു. ഇവിടെ വന്നിട്ട് ചേട്ടനെ മധുവിനെ വന്ന് കണ്ടിട്ട് പറഞ്ഞു. അപ്പം ഞാനും ഉണ്ട്. മധു, സുകുമാരക്കുറുപ്പല്ല മരിച്ചിരിക്കുന്നത്, ഞങ്ങൾക്ക് അതിനുള്ള തെളിവ് കിട്ടി. മെഡിക്കൽ കോളേജിൽ പിന്നെ ഫോറൻസിക് പ്രൊഫസർ അളിയനാണ് ഐ ജി മസൂന സാറ്. അപ്പോൾ ഈ കക്ഷി അങ്ങോട്ട് വിളിച്ചു പറഞ്ഞു പിന്നെ ദേ മധുവിനെ അവിടെ ഇട്ടേക്കരുത്, അവനെ പെട്ടെന്ന് പറഞ്ഞു വിട്ടേക്കണമെന്ന് പറഞ്ഞു. ഉടനെ തന്നെ ജീപ്പിനകത്ത് കൊണ്ടുവന്ന് വീട്ടിൽ വിട്ട് അവിടെ കൊണ്ടുവന്ന് കഴിച്ചു. അപ്പോൾ ഇവരിങ്ങനെ വലിയ സംവിധാനമായിട്ടാണ് വന്നിരിക്കുന്നത്. തോക്കൊക്കെ 2 കയ്യിലൊക്കെ വെച്ച് ഇങ്ങനെ ഭയങ്കര സംവിധാനമായിട്ടാണ് വിട്ടുവന്നത്. കക്ഷിക്ക് 3 പേരുള്ള പാസ്പോർട്ടുണ്ട്.
അപ്പോൾ അവിടെ വന്നിട്ട് അവിടെ തപ്പി ഇവിടെ തപ്പി അവനെ കട്ടിലിൻ്റെ കീഴിലൊക്കെ ഇങ്ങനെ തപ്പിയപ്പോഴും ഒരെണ്ണം കിട്ടി. എന്തെന്നാ ഒരു കേശവക്കുറിപ്പെന്ന് എന്തോ ഒരെണ്ണം, ഒരു പാസ്പോർട്ട് അവിടെ നിന്ന് കിട്ടി. ഈ സുമാരക്കുറിപ്പ് നോർത്ത് ഇന്ത്യയിൽ എവിടെയോ ഉണ്ടെന്നൊരു കണ്ടെത്തലിലൂടെ അവിടുത്തെ അദ്ദേഹത്തിന്റെ ലാബ് റിപ്പോർട്ടൊക്കെ കണ്ടതിന് ശേഷം വിദഗ്ധർ തന്നെ പറയുന്നുണ്ടല്ലോ അദ്ദേഹത്തിന് 2 തവണ അറ്റാക്ക് വന്നതാണ് ഈ സംഭവത്തിന് മുൻപ് തന്നെ. അതുകൊണ്ട് തന്നെ ജീവിച്ചിരിക്കാനുള്ള എന്തായാലും വളരെ നന്ദി പ്രതികരിച്ചതിന്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.